എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോഫി കപ്പ് കേക്ക് അല്ലെങ്കിൽ കാപ്പിപ്പൊടി കൊണ്ടുള്ള അടിപൊളി കപ്പ് കേക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഈ ഒരു കപ്പ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, പഞ്ഞി പോലുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു കപ്പ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കാപ്പിപ്പൊടി ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നെസ്കഫെ ആണ്. ഇത് 2 ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് അലിയിച്ചെടുക്കണം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കാപ്പിപ്പൊടി എടുത്താലും മതി. അത് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കുകയാണ്. ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരും. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. 240 ml ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 നുള്ള് ബേക്കിംഗ് സോഡ ഒരുപാട് കൂടി പോരുത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വാനില ചേർത്ത പഞ്ചസാരയാണ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് മാറ്റി വെക്കാം. ഇനി നമ്മളിതിലേക്ക് 3 ചെറിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വലിയ മുട്ടയാണെങ്കിൽ 2 എടുത്താൽ മതി. ഇതിനി ഒരു മിക്സിയിലോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ടോ നല്ല സ്പീഡിൽ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ ഷുഗറോ ഇതിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രൗൺ ഷുഗർ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം മുഴുവനായിട്ടും ബ്രൗൺ ഷുഗർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. ഇപ്പോൾ പഞ്ചസാരയും മുട്ടയെല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ക്രീമി പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിലെന്ന് പറയുമ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റേപ്പ് സീഡ് ഓയിലാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാപ്പി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ക്രീമി പരുവാകുന്ന വരെ ഇത് നല്ല ഹൈ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലൊരു ക്രീമി പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാതെ കൈ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ചെറിയ സ്പീഡിൽ ഇതൊന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇട്ട് മിക്സ് ആക്കി കളഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് പോവും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ വാനില എസൻസ് ആണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുട്ട ചേർക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കപ്പ് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് മാറ്റാം. ഇത് നിങ്ങൾക്ക് കപ്പ് കേക്കായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ കേക്കായിട്ടോ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇത് കപ്പ് കേക്കായിട്ടാണ് എടുക്കുന്നത്. ഇതുപോലെയുള്ള 6 മഫിൻ ട്രേസ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ സൈസിലുള്ളതാണ്. ചെറിയ സൈസിലുള്ളതാണെങ്കിൽ ഈ ഒരു അളവ് വെച്ചിട്ട് നിങ്ങൾക്ക് 12 കപ്പ് കേക്ക് കിട്ടും. അപ്പോൾ ഇത് വലുതായതുകൊണ്ട് 6 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് 10 മിനിറ്റ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മിഡിൽ റാക്കിലേക്ക് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കപ്പ് കേക്കിൻ്റെ ട്രേയുടെ സൈസ് അനുസരിച്ച് സമയം വേരി ചെയ്യാം. ഇത് വലുതായതുകൊണ്ടാണ് 20 മിനിറ്റ് എടുത്തത്. ചെറുതാണെങ്കിൽ 15 മിനിറ്റ് മതിയാകും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കപ്പ് കേക്കെല്ലാം നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല പഞ്ഞി പോലുള്ള ഒരു കപ്പ് കേക്കാണ്. കഴിക്കാനായിട്ട് നല്ല കോഫിയുടെ ഒരു ഫ്ലേവറുള്ളൊരു അടിപൊളി കേക്കാണ്. ശരിക്കും ഒരു സ്പോഞ്ച് പോലെയാണ് ഈ കേക്കുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ കപ്പ് കേക്ക് തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്